മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എല്ലാം ഒരു ഹൗൾ വീഡിയോ ആണ്, സ്കൂൾ എസെൻഷ്യൽ ഹൗൾ വീഡിയോസ്. അപ്പോൾ പിള്ളേരൊക്കെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന അച്ഛനമ്മമാർക്ക് ഇങ്ങനെ എക്സ്പെൻസസ് കൂടി വരുന്ന ദിവസങ്ങളാണ്. ഇനി സ്കൂളിൽ സ്റ്റാർട്ടിങ് ഒക്കെ എന്ത് മേടിച്ചാലും നമുക്ക് എല്ലാ മാസവും ആഴ്ചയിലും ഒക്കെ ഓരോ എക്സ്പെൻസസ് ഒക്കെ കയറി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പിള്ളേരുടെ സ്കൂൾ എസെൻഷ്യൽ കാര്യങ്ങൾക്കൊക്കെ മേടിച്ച ഒരു കുഞ്ഞൊരു ഹൗൾ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചതെന്ന്. എനിക്ക് 2 പിള്ളേരാണ് ഉള്ളത്. മൂത്താൾ 6th ഇളയാൾ ജസ്റ്റ് അത് സ്കൂൾ കയറുന്നുള്ള LKG സ്റ്റാർട്ട് ചെയ്യാൻ പോണേ ഉള്ളൂ. അപ്പോൾ മൂത്താളുടെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ടായി. അപ്പോൾ ഇളയാളുടെ ഇനി മൺഡേ മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മൂത്ത ആൾക്കാണെങ്കിൽ അവളുടെ ഉമ്മയ്ക്ക് കുറേ സാധനങ്ങൾ ഇപ്പോഴും അവൾ ഭയങ്കര നല്ല രീതിയിലൊക്കെ നോക്കി ഭയങ്കര സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതായതുകൊണ്ട് അവളുടെ ഒരു സാധനവും കേടായിട്ടില്ല. കഴിഞ്ഞ വർഷം അവൾക്ക് അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ബാഗാണ് അവൾക്ക് മേടിച്ചു കൊടുത്തത്. അവൾക്ക് അത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട്, ആ ഒരു ബ്രാൻഡിൻ്റെ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ മേടിച്ചു കൊടുത്തു. ബ്രാൻഡിന് വേണം എന്നല്ല, ഇവിടെ അടുത്തൊരു കടയിൽ പുറമേ നിന്ന് ഭയങ്കര ആംബിയൻസ് ഒക്കെ ഉള്ളൊരു കട ഉണ്ട്. അപ്പോഴത്തേക്ക് അവൾക്ക് അവിടെയും തന്നെ വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ അവിടെ ഫുൾ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള അമേരിക്കൻ ടൂറിസ്റ്റ് ബാഗുകളൊക്കെയാണ് അവിടെ വിൽക്കുന്നത്. ആ ഒരു ബ്രാൻഡാണ് വിൽക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, അറിയാലോ അമേരിക്കൻ ടൂറിസ്റ്റ് ബാഗ് എത്ര ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു. അപ്പോൾ ആ വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നൊരു 2000 റേഞ്ചിലെങ്ങാണ്ട് ഉണ്ട് ആ ബാഗ്. അപ്പോൾ നല്ല ബെസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് ബാഗൊന്നും വേണ്ട, എനിക്ക് ജസ്റ്റ് അത്യാവശ്യമുള്ള എന്തെങ്കിലും വാങ്ങിച്ചാൽ മാത്രം മതി എന്നുള്ള രീതിയിൽ. അത് അവൾക്ക് ലഞ്ച് ബാഗ് മാത്രം വാങ്ങിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൾക്ക് ലഞ്ച് ബാഗ് മാത്രം മേടിച്ചു കൊടുത്തു. പക്ഷേ ഇളയ ആൾക്കെന്ന് വെച്ചാൽ അവൾക്ക് ഫസ്റ്റ് ടൈം സ്കൂളിൽ പോകാൻ. അപ്പോൾ അവൾക്ക് എല്ലാം പുതിയത് വാങ്ങണം. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങൾ അവൾക്ക് വേണ്ടി വാങ്ങിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുൾ അവൾക്ക് എന്തൊക്കെയാണ്, എൻ്റെ ഇളയ മൂക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചത് ആ ഒരു കാര്യങ്ങൾ കാണിക്കാൻ, ആ ഐറ്റംസും അതിൻ്റെ കോസ്റ്റും കാര്യങ്ങൾ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എത്രയാണ് ബഡ്ജറ്റ് പൊട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ മേടിച്ചത്, നമുക്ക് ആദ്യം തന്നെ സ്കൂൾ ബാഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ മേടിച്ചത് കിറ്റെക്സിൻ്റെ സ്കൂൾ ബാഗ്. അറിയാലോ, കിറ്റെക്സിൻ്റെ സ്കൂബിയുടെ ബാഗ് വളരെ ഫേമസ്, അറിയാലോ. ഞാനൊക്കെ പഠിക്കുന്ന കാലം മുതലേ ഉള്ളതാണ് സ്കൂബിയുടെ. ആ സമയത്തൊക്കെ സ്കൂബിയുടെ എന്ന് വെച്ചാൽ ഭയങ്കര ലക്ഷറിയാണ്. അന്നത്തെ കാലത്ത് സ്കൂബിയുടെ എന്നുള്ളൊരു ബാഗ് പറ്റി നമുക്ക് ചിന്തിക്കാനും കൂടി വയ്യ. അപ്പോൾ അങ്ങനെ ഇവൾക്ക് ഞങ്ങൾ സ്കൂബിയുടെ ഈ ഒരു റെഡ് കളർ ബാഗാണ് വാങ്ങിച്ചു കൊടുത്തത്. ഈ ബാഗ് ആൾ തന്നെ ഇതൊക്കെ ചൂസ് ചെയ്യുന്നതാണ്, ഞങ്ങളൊന്നും ചൂസ് ചെയ്യുന്നില്ല. ഇതൊക്കെ അവളുടെ ചോയ്സസ് ആണ്. ഇടയിലൊരു ഫിഷിൻ്റെ ഒക്കെ പ്രിൻ്റൊക്കെ കൊടുത്ത്, പിന്നെ ഉള്ളിൽ ജസ്റ്റ് ഒരു സ്റ്റോറേജും പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് സ്റ്റോറേജും മാത്രമേ ഉള്ളൂ. അവൾക്കാണെങ്കിൽ അവൾ ഈ LKG വലിയ നല്ല ബഹളം കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് കുറേ ബഹളങ്ങൾ കേൾക്കാൻ പറ്റും. അവിടെ പിള്ളേരൊക്കെ ഭയങ്കര കളി, അപ്പോൾ അതിൻ്റെ ബഹളമാണ്, ഒന്ന് ഇഗ്നോർ ചെയ്തേക്ക്. ഓക്കെ, അപ്പോൾ ഈ കിറ്റെക്സ് അവൾ LKG കയറിയേക്കുന്നത്. അപ്പോൾ ഒരുപാട് ബുക്കുകളൊന്നുമില്ല, 2-3 ബുക്കേ ഉള്ളൂ. പിന്നെ അവർക്ക് എക്സ്ട്രാ പെയർ ഓഫ് ഡ്രസ്സും അണ്ടർ ഗാർമെൻസും കൊണ്ടുപോകണം, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും അവർക്ക് കൊണ്ടുപോകാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സ്കൂബിയുടെ ബാഗ് വാങ്ങിച്ചത്. ഈ ഒരു 2 സ്റ്റോറേജ് ഉള്ളൂ, നല്ല തിക്കായിട്ടുള്ള നല്ല സ്പോഞ്ച് ടൈപ്പുള്ള ഇതും ഹാൻഡിലും, പിന്നെ ഇവിടെ ഒരു വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള ഒരു പ്രൊവിഷനും ഉണ്ട്. ഈ ഒരു ബാഗിന് കോസ്റ്റ് ഒരു 800 ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഐറ്റം നമ്പർ 1. കണ്ടോ, ഐറ്റം നമ്പർ 1. ഇനി നമുക്ക് ഐറ്റം നമ്പർ 2. ബാഗാണുള്ളത്. പിന്നെ ഇതിൻ്റെ ഒപ്പം വേറൊരു ബാഗ്, ലഞ്ച് ബാഗ്. ഇവർ സ്കൂളിൽ ലഞ്ച് ബാഗ് കൊണ്ടുപോകണമെന്ന് നിർബന്ധം. അത് ഏത് ക്ലാസ്സിലെ പിള്ളേരാണെങ്കിലും ലഞ്ച് ബാഗ് മസ്റ്റായിട്ട് കൊണ്ടുപോകണം. അങ്ങനെ അവർക്ക് ലഞ്ച് ബാഗ് ഞാൻ മേടിച്ചു. ഈ ഒരു ഓറഞ്ച് കളറിലെ ലഞ്ച് ബാഗ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാട്ടോ. ഇവർക്ക് ഒരുപാട് ഫുഡൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ലഞ്ച്, ഇവർക്കാണെങ്കിൽ 11 o'clock ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഒരു സ്നാക്കും ലഞ്ച് ബോക്സും, ഈ 2 കാര്യങ്ങൾ മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ലഞ്ച് ബാഗ് ഞാൻ മേടിക്കും. ഇതും അവളുടെ തന്നെ ചോയ്സാണ്. അവൾ എന്നെ സെലക്ട് ചെയ്താണ് ഓറഞ്ച് കളർ ലഞ്ച് ബാഗ് വേണമെന്ന് പറഞ്ഞാൽ. ഓറഞ്ച് കുറേ തപ്പിയിട്ട് എനിക്ക് കിട്ടി. ഇങ്ങനത്തെ ലഞ്ച് ബാഗ്സ് നമുക്കിവിടെ ലോക്കൽ ഷോപ്സിൽ കിട്ടാറില്ല. ഞാൻ ഒത്തിരി, എൻ്റെ മൂത്ത ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി നോക്കിയിട്ടുണ്ട്, എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓൺലൈൻ തന്നെ പർച്ചേസ്. അപ്പോൾ അങ്ങനെ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഈ ഓറഞ്ച് കളർ ലഞ്ച് ബാഗ്. കണ്ട, ജസ്റ്റ്
ഇവിടെ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ ഓറഞ്ച് കളർ ലഞ്ച് ബാഗ്. ഇതിന് അത്ര, ഇത് ജസ്റ്റ് 200 റുപ്പീസ് ആയിട്ടേ ഉള്ളൂ ആമസോണിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ലഞ്ച് ബാഗ് ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കാണിക്കണം? ലഞ്ച് ബാഗിലേക്ക് ഇടുന്ന പാത്രങ്ങൾ. ഓക്കെ, അപ്പം അങ്ങനെ കുറച്ച് പാത്രങ്ങൾ, കുറച്ചൊന്നല്ല, അല്ലെങ്കിൽ 2 പാത്രമേ ഉള്ളൂ. ഒരു ലഞ്ച് ബോക്സും ഒരു സ്നാക്സ് ബോക്സും അത്രയേ ഉള്ളൂ. അപ്പോൾ ലഞ്ച് ബോക്സ് ഞാൻ ഈ മിൽട്ടൻ്റെ ഈ ഒരു കാസറോൾ ബോക്സാണ് മേടിച്ചത്. ഇത് നമ്മുടെ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് മേടിച്ചത്. ഓമന ട്രേഡേഴ്സോ ഓമന മെറ്റൽസ് എന്ന് പറഞ്ഞിട്ടൊരു കട, എനിക്കറിയുന്ന ഒരു ചേച്ചിയുടെ കടയാണ്. അപ്പോൾ ആ കടയിൽ നിന്നാണ് ഞാൻ ഈ മിൽട്ടൻ്റെ ലഞ്ച് ബോക്സ് മേടിച്ചത്. ഇതിൻ്റെ കോസ്റ്റ് 420 റുപ്പീസാണ്. ദേ മേളിലൊരു കറിയും ഒക്കെ വെച്ചിട്ട് കൊടുക്കാനുള്ളൊരു പ്രൊവിഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പണ്ട് ഞങ്ങളുടെ സ്കൂൾ ടൈമിൽ പിള്ളേരുണ്ട്. ഇതൊന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. ഇതൊക്കെ എന്ന് വെച്ചാൽ വമ്പൻ ലക്ഷറിയൊക്കെയാണ് ഇതൊക്കെ. ആ സമയത്ത് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളൊക്കെ മറ്റേ സ്റ്റീലിൻ്റെ പാത്രത്തിൽ. അപ്പോൾ സ്റ്റീലിൻ്റെ എന്ന് വെച്ചാൽ അവൾക്ക് തിരിച്ചെടുത്തില്ല, ഇങ്ങനെ കളർഫുള്ളൊക്കെ കൊണ്ടുപോകണമായിരിക്കും അവർക്ക് കുറച്ചും കൂടി അവർക്ക് സന്തോഷമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു ലഞ്ച് ബോക്സ്. ഇതിൻ്റെ വില 410 റുപ്പീസ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒപ്പം ഞാനൊരു സ്നാക്സ് ബോക്സും കൂടി മേടിച്ചിട്ടുണ്ട്. അവർക്ക് സ്റ്റീലിൻ്റെ തന്നെ കൊണ്ടുപോകണം നിർബന്ധമായിട്ട്. അവർക്ക് പ്ലാസ്റ്റിക് ഒന്നും അത്രയും അവോയ്ഡ്, പ്ലാസ്റ്റിക് എത്രയും പെട്ടെന്ന് എന്തോരം പറ്റുന്ന അത്രയും പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയിട്ടാണ് ഇങ്ങനെ സ്റ്റീലിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചത്. അപ്പോൾ നിങ്ങൾ മിൽട്ടൺ കാണുമ്പോഴേക്കും അത് പ്ലാസ്റ്റിക്കാണ്, അല്ലാതെ കാസറോളാണ്, ഉള്ളിൽ സ്റ്റീലിൻ്റെയാണ്. അപ്പോൾ സ്റ്റീലിൻ്റെ ഈ ഒരു പാത്രമാണ് മേടിച്ചത്. ഇതൊരു 200 റുപ്പീസ് അങ്ങനെ ആയിട്ടുള്ളൂ ഇത്. അപ്പോൾ അങ്ങനെ ഇത് ടോട്ടൽ 600 റുപ്പീസ്. ഓക്കെ, അപ്പോൾ ബാഗിന് 800, ലഞ്ച് ബാഗിന് 200, ഇത് രണ്ടും കൂടിയിട്ട് 600 റുപ്പീസ്. ഒരു കുട്ടികളൊക്കെ ക്ലാസ്സിൽ പോകാൻ തുടങ്ങുമ്പോഴൊക്കെ എന്തൊരു ചിലവാണല്ലേ സത്യം. ഇപ്പോൾ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും കണ്ടപ്പോഴത്തേക്കും നമുക്കിനി വാട്ടർ ബോട്ടിൽ കാണാം. ഈ വാട്ടർ ബോട്ടിൽ ഓക്കെ, ഇത് വളരെ എനിക്ക് തോന്നുന്ന കൂട്ടത്തിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം ഇതാണ്. ഇത് കൊച്ചിൻ്റെ അച്ഛൻ്റെ ഒരു നിർബന്ധം കൊണ്ട് മേടിച്ചതാണ്. ഇത് വരുന്നത് നമ്മുടെ മിനിസോയ് എന്ന് പറഞ്ഞിട്ടൊരു മിനിസോളോ എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര ഒരു ബ്രാൻഡഡ് ഈ പിൻട്രസ്റ്റ് സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു കടയില്ലേ, ഫോറം മോളിലുണ്ട് അവരുടെ ഷോപ്പ്. പാലാരിവട്ടത്തും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇത് ഫോറം മോളിൽ നിന്നാണ് മേടിച്ചത്. ഈ ഒരു വാട്ടർ ബോട്ടിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് സിപ്പ് ചെയ്ത് കുടിക്കാം, ഇങ്ങനെ അടക്കാം. ഈ ഒരു വാട്ടർ ബോട്ടിൽ ഓക്കെ, ഈ വാട്ടർ ബോട്ടിൽ പ്രൈസ് 900 റുപ്പീസാണ്. സത്യമായിട്ട് ഞാനല്ല, കൊച്ചിൻ്റെ അച്ഛൻ്റെ ഒറ്റൊരു നിർബന്ധം കൊണ്ടാണ് ഞാനിത് മേടിക്കാൻ ഓക്കെ പറയുന്നത്. ഇതൊന്നും നേരെ നിൽക്കാത്തത്. യെസ്, കുട്ടിയുടെ അച്ഛൻ്റെ ഒറ്റൊരു നിർബന്ധം കൊണ്ട് മേടിച്ചതാണ് ഈ ഒരു വാട്ടർ ബോട്ടിൽ. ഓക്കെ, ഈ ഒരു സാധനമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇത്ര റേറ്റ്, എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ വില 900 റുപ്പീസ്. ഇനി നമ്മൾക്ക് കൊട. സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാറാകുമ്പോഴത്തേക്കും മഴ തുടങ്ങും, കുട ആവശ്യമാണ്. പറഞ്ഞാൽ ഇവർക്ക് ഈ ഒരു കുടയുടെ ആവശ്യമൊന്നുമില്ല, കാരണം വീടിൻ്റെ ഫ്രണ്ട് വരെ ഓട്ടോ വരും, സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് തന്നെ ഇറക്കുകയും ചെയ്യും, എല്ലാവരും തന്നെ. അതുകൊണ്ട് ഇത് വെറുതെ ചുമ്മാ ഒരു ഇതിന് മേടിച്ചതാണ് ഈ ഒരു കുട. ഈ ഒരു കുടക്ക് ഈ കുട കണ്ട ഭയങ്കര രസമാട്ടോ, കുടയൊക്കെ കാണാനൊക്കെ നല്ല രസം. കണ്ട കാണാനൊക്കെ നല്ല രസമാണ്. ഈ ഒരു വിസിലിനൊരു കഥയുണ്ട്. ഹസ്ബൻഡിന് ശരിക്കും ഇഷ്ടപ്പെട്ട കുട വേറെ കളറായിരുന്നു, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ആ കുട മേടിക്കാം, മോൻ അത് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ പറഞ്ഞു വേണ്ട, എനിക്ക് ഇത് തന്നെ വേണം, എനിക്ക് ഈ കുട തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ യെല്ലോ കളറിൽ ഈ കുട എടുപ്പിച്ചതാണ്. പക്ഷെ ഒരു ഡ്രോബാക്ക് എന്തായിരുന്നു വെച്ചാൽ കൊച്ചു കണ്ടിട്ട് ഇതിൽ വിസിലില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും അവിടെ വെച്ച് കടക്കാരനെ കൊണ്ടൊരു വിസിൽ മേടിച്ച് അതിൽ വിസിൽ പിടിപ്പിച്ചിട്ട് വെച്ചതാണിത്. അതാണ് കുടയിൽ ഈ മറ്റേ നമ്മൾ സ്പോർട്സിന് യൂസ് ചെയ്യണ വിസിലായിപ്പോയി. സത്യം പറഞ്ഞാൽ കുടയിൽ വെക്കണ ഈ വിസിലല്ലെന്ന് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ വിസിൽ ഈ കുട വാങ്ങിച്ചത്. ഈ കുടയുടെ വില ഒരു 300 റുപ്പീസ് ആയിട്ടുള്ളൂ കേട്ടോ, നല്ല 300 റുപ്പീസ്. ഓക്കെ,
അപ്പം നമ്മൾ ഇനി അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ ഇനി അധികമൊന്നുമില്ല, ഇനി ജസ്റ്റ് ഇനി കൊച്ചിനുള്ളത് കൊച്ചിൻ്റെ ഷൂസുകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് പെൻസിൽ കാണാം കേട്ടോ. പെൻസിലൊരു പ്രത്യേകത ഉണ്ട്, ഭയങ്കര ഒരു പ്രത്യേകമായിട്ടുള്ള പെൻസിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചേച്ചി മേടിച്ചു കൊടുത്താണ്. ചേച്ചിയുടെ പോക്കറ്റ് മണിയിൽ നിന്ന് പൈസയൊക്കെ എടുത്ത് അനിയത്തിക്ക് വാങ്ങിച്ചു കൊടുത്താണ് ഈ പെൻസിൽ. ഈ ഒരു പെൻസിൽ അപ്സരയുടെ സെൻറ്റഡ് പെൻസിൽസ്, ഈ കപ്പ് കേക്കിൻ്റെ സ്മെല്ലുള്ളത്, ഗ്രേപ്പിൻ്റെ സ്മെല്ലുള്ളത്, പിന്നെന്താ കിവീൻ്റെ സ്മെല്ല്. ചേച്ചി ഭയങ്കര സൂപ്പറാണ്. ചേച്ചി ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അനിയത്തിക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട്. ഈ ഒരു 3 ടൈപ്പ് പെൻസിലും പിന്നെ ഈ ഒരു ക്രയോൺസും. ഈ ക്രയോൺസ് ഓൾറെഡി സ്കൂളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇവളുടെ അനിയത്തിക്ക് വേണ്ടിയിട്ട് ബ്ലിങ്കിറ്റിൽ നിന്ന് ഓർഡർ ചെയ്താട്ടോ. പിന്നെ ഈ ഒരു പൗച്ചും ഇത് ഇത്രയും സാധനം ചേച്ചിയുടെ വക അനിയത്തിക്കുള്ള ഗിഫ്റ്റാണ്. ഓക്കെ, ഇത്ര എന്നാണ് റേറ്റ് എനിക്ക് അത്ര അറിയില്ല കേട്ടോ. ഇതൊക്കെ കുറച്ച് ദിവസം മുന്നേ അവൾ മേടിച്ചതാണ്. എൻ്റെ ഫോണിൽ നിന്ന് കയറി തന്നെ ഓർഡർ ചെയ്തിട്ട് ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തിട്ട് അവൾ മേടിച്ചാട്ടോ അനിയത്തിക്ക് വേണ്ടി. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഷൂസ്. ഇവർക്ക് ഓരോ ക്ലാസ് വൈസ് ഇവർക്ക് ബ്ലാക്ക് ഷൂസിന് പാറ്റേൺസിന് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്ലാക്ക് ഷൂവും പിന്നെ ബ്ലാക്ക് സാൻഡൽസും, മഴക്കാലത്ത് ബ്ലാക്ക് കളറിലെ സാൻഡൽസ്, നമ്മളൊക്കെ ചപ്പലാണ് ഇട്ടുകൊണ്ട് പോയിട്ടുള്ളത്. ഇവരുടെ സ്കൂളിൽ മഴക്കാലത്ത് ബ്ലാക്ക് കളർ സാൻഡൽസും അല്ലാത്ത സമയത്ത് ബ്ലാക്ക് കളറിലെ ബക്കിളുള്ള ഷൂ ആണ് നമ്മൾ വിട്ടത്. പക്ഷേ ഇവർക്ക് മഴക്കാലത്ത് ബ്ലാക്ക് സാൻഡൽസ് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബ്ലാക്ക് കളറിലെ ഷൂ, ഒഡീസിൻ്റെ ഈ ഒരു ബ്ലാക്ക് കളർ ഷൂ ആണ് വാങ്ങിച്ചത്. ഇതിനൊരു 320 ആയിട്ടുള്ളൂ ഇതിൻ്റെ വില, ഈ ഒരു ഷൂവിൻ്റെ വില. പിന്നെ ബ്ലാക്ക് സാൻഡൽസ് ആണ് ഇവൾക്ക് ഞങ്ങൾ ഇങ്ങനത്തെയാണ് വാങ്ങിച്ചത്, ഇങ്ങനത്തെ ഷൂ. ഈ ഒരു ബ്ലാക്ക് കളറിലെ സാൻഡൽസ്, ഇതിനും ഒരു 150-200 ആ റേഞ്ച് തന്നെ ആയിട്ടോ. അപ്പം ഇത്രയാണ് ഞങ്ങളുടെ സ്കൂൾ എസെൻഷ്യൽ ഹൗൾ. അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂൾ എസെൻഷ്യൽ ഹൗൾ. അപ്പോൾ ഈ എല്ലാത്തിനും ബഡ്ജറ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയത് ഏകദേശം 4000 റുപ്പീസാണ്. ഇനി ഇത് കൂടാണ്ട് ഇനിയുണ്ട്, നമുക്ക് സ്കൂൾ ഫീസും എല്ലാം കൂടി വരുന്നുണ്ട്, അതൊക്കെ ഇത് വേറെ. അപ്പോൾ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.